എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ, ദൈവത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവും ആത്മാവിൻ്റെ ഭീതിയും. ആരംഭത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധിയും നീതിയും നന്മയും, അതായത് തൻ്റെ കരുണയെ വെളിപ്പെടുത്തുന്നു. ഒരാത്മാവ് ഇതെല്ലാം ഒറ്റയടിക്കല്ല മനസ്സിലാക്കുന്നത്, അല്പാൽപമായി മിന്നലൊളി പോലെ. അതായത് ദൈവം സമീപസ്ഥനാകുമ്പോൾ ഇത് അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. എന്തെന്നാൽ ആ പ്രകാശം ഒരാത്മാവിന് സഹിക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനാ സമയങ്ങളിൽ ആത്മാവ് പ്രകാശത്തിൻ്റെ മിന്നലൊളികൾ അനുഭവിക്കുന്നു. അതിനാൽ മുമ്പത്തെ പോലെ അതിന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ എത്ര ശ്രമിച്ചാലും അത് നിഷ്ഫലമാകുന്നു. ഈ പ്രകാശം ലഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന വിധം തുടർന്ന് പ്രാർത്ഥിക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് തീർത്തും സാധ്യമല്ല. ആത്മാവിനെ സ്പർശിച്ച പ്രകാശം അതിൻ്റെ ഉള്ളിൽ സജീവമായിരിക്കുന്നു. ഒന്നിനും അതിനെ അണയ്ക്കാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. ദൈവത്തെ പറ്റിയുള്ള ഈ നൈമിഷികമായ അറിവ് ആത്മാവിനെ ആകർഷിക്കുന്നു. അവിടുത്തോടുള്ള സ്നേഹത്താൽ ആത്മാവിനെ എരിയിക്കുന്നു. എന്നാൽ അതേസമയം ഈ മിന്നലൊളി തന്നെ ആത്മാവിന് അതിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു വിശിഷ്ട പ്രകാശത്താൽ ആത്മാവ് തൻ്റെ ആന്തരിക അവസ്ഥ മുഴുവൻ ഗ്രഹിക്കുന്നു. അത് ആത്മാവിന് ഉത്കണ്ഠയും ഭീതിയും ഉളവാക്കുന്നു. എന്നാലും അത് ഭീതിയുടെ നിഴലിൽ വസിക്കുന്നില്ല. അത് തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവസന്നിധിയിൽ സ്വയം തരം താഴ്ത്താനും എളിമപ്പെടുത്താനും തുടങ്ങുന്നു. ഈ പ്രകാശങ്ങൾ കൂടുതൽ ശക്തമാവുകയും കൂടെ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവ് എത്രമാത്രം സുതാര്യമാകുന്നുവോ അത്രമാത്രം ഈ പ്രകാശം അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഈ ആദ്യ കൃപകളോട് വിശ്വസ്തയോടും ധൈര്യത്തോടും കൂടി ആത്മാവ് പ്രത്യുത്തരിച്ചാൽ ദൈവം തൻ്റെ സമാശ്വാസങ്ങളാൽ അതിനെ നിറയ്ക്കുകയും സ്പഷ്ടമായ രീതിയിൽ തന്നെ അതിന് നൽകുകയും ചെയ്യുന്നു. ചില അവസരങ്ങളിൽ ആത്മാവ് ദൈവവുമായി ഗാഢബന്ധത്തിലാകുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിന് നിശ്ചയിച്ചിരിക്കുന്ന പൂർണ്ണതയിലേക്ക് താൻ ഉയർന്നുവെന്ന് അത് വിശ്വസിക്കുന്നു. എന്തെന്നാൽ തൻ്റെ കുറവുകളും വീഴ്ചകളും അതിൽ ആഴ്ന്നു പോകുന്നു. അവ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതായി അതിന് അനുഭവപ്പെടുന്നില്ല. ഒന്നും അതിന് അസാധ്യമായി തോന്നുന്നില്ല. അത് എന്തിനും തയ്യാറാണ്. ദൈവത്തിൽ ലയിക്കാനും ദൈവിക ആനന്ദം അനുഭവിക്കാനും തുടങ്ങുന്നു. കൃപയാൽ അത് നയിക്കപ്പെടുന്നു. പരീക്ഷണങ്ങളുടെയും പരീക്ഷകളുടെയും കാലം വരുമെന്ന സത്യം പരിഗണിക്കുന്നില്ല. എന്നാൽ ഈ അവസ്ഥ അധികം നാൾ നിലനിൽക്കുന്നില്ല. മറ്റു സന്ദർഭങ്ങൾ ഉടനെ തന്നെ വരും. എന്ന് വരികിലും അതിനെല്ലാം തുറന്നു പറയാൻ സാധിക്കുന്ന കൃപ നിറഞ്ഞ ഒരു കുമ്പസാരക്കാരനുണ്ടെങ്കിൽ ആ ആത്മാവ് ദൈവകൃപയോട് കൂടുതൽ വിശ്വസ്തയോടുകൂടി പ്രതികരിക്കും എന്നത് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. ദൈവത്താൽ പ്രത്യേകം സ്നേഹിക്കപ്പെടുന്ന ആത്മാവിന് ദൈവം പരീക്ഷണങ്ങൾ അയക്കുന്നു. പരീക്ഷണങ്ങളും അന്ധകാരവും. സാത്താൻ ദൈവത്തോട് ആത്മാവിനുള്ള സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. സുബുക്തമായ ദൈവ സാന്നിധ്യം ആത്മാവിന് പെട്ടെന്ന് നഷ്ടമാകുന്നു. ധാരാളം പോരായ്മകളും കുറ്റങ്ങളും അതിൽ ഉയർന്നു വരുന്നു. അതിനോടെല്ലാം അത് ഉഗ്രമായി പോരാടേണ്ടി വരും. അവളുടെ എല്ലാ വീഴ്ചകളും തലയുയർത്തും. എന്നാൽ ആത്മാവിനെല്ലാം നല്ല ജാഗ്രത ഉണ്ടായിരിക്കും. മുമ്പുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം മന്ദതയിലേക്കും ആത്മീയ വരൾച്ചയിലേക്കും വഴിമാറും. ആത്മാവിന് ആത്മീയ അഭ്യാസങ്ങളോട് ഒരു താല്പര്യവും കാണുകയില്ല. പഴയ രീതിയിലോ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിധത്തിലോ അതിന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഇപ്രകാരം അത് കഠിന ശ്രമം നടത്തുമെങ്കിലും ഒരു സംതൃപ്തിയും ലഭിക്കുകയില്ല. ദൈവം അവളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു. ഒരു സൃഷ്ടിയിലും സമാശ്വാസം കണ്ടെത്താനോ ഒരു സൃഷ്ടിക്കും അതിനെ ആശ്വസിപ്പിക്കാനോ സാധിക്കുകയില്ല. ആത്മാവ് ദൈവത്തിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്നാൽ അത് തൻ്റെ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയുള്ള അവബോധം ലഭിക്കുന്നു. ദൈവം തന്ന എല്ലാ ദാനങ്ങളും അതിന് നഷ്ടപ്പെട്ടതായി തോന്നുന്നു. മനസ്സ് മന്ദീഭവിച്ച് അന്ധകാരം വന്നു നിറയുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പീഡ സഹിക്കുന്നു. കുമ്പസാരക്കാരനോട് തൻ്റെ അവസ്ഥ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഒന്നും മനസ്സിലാക്കപ്പെടുന്നില്ല. അത് കൂടുതൽ അസ്വസ്ഥതകളാൽ ആക്രമിക്കപ്പെടുന്നു. സാത്താൻ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു.
ഇതിൻ്റെ ആഘാതത്തിൽ വിശ്വാസം അടിപതറുന്നു. പോരാട്ടം രൂക്ഷമാകുന്നു. ദൈവത്തിൽ പിടിച്ചു നിൽക്കാൻ ആത്മാവ് മാനസികമായി വളരെ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ അനുമതിയോടെ സാത്താൻ കൂടുതലായി അടുക്കുന്നു. പ്രത്യാശയും സ്നേഹവും പരീക്ഷിക്കപ്പെടുന്നു. ഈ പരീക്ഷണങ്ങൾ ദാരുണമാണ്. ദൈവം രഹസ്യത്തിൽ ആത്മാവിനെ സഹായിക്കുന്നു, എന്നാൽ ആത്മാവ് ഇതറിയുന്നില്ല. ഈ സഹായമില്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. എത്രമാത്രം ഒരാത്മാവിന് സഹിക്കാൻ പറ്റുമെന്ന് ദൈവം നന്നായി അറിയുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടും കുമ്പസാരക്കാരനോടുമുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. സാത്താൻ ആത്മാവിനോട് പറയുന്നു, നോക്കുക, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ഇതേപ്പറ്റിയെല്ലാം പറയുന്നത്? ഭയപ്പെടുത്തുന്ന വചനങ്ങൾ ചെവിയിൽ മുഴങ്ങുന്നു. ദൈവത്തിനെതിരായി താൻ തന്നെയാണ് ഇത് പറയുന്നതെന്ന് ആത്മാവ് ധരിക്കുന്നു. കാണണമെന്ന് ആഗ്രഹിക്കാത്തത് കാണുന്നു, കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കുന്നു. ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പരിചയസമ്പന്നനായ ഒരു കുമ്പസാരക്കാരൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഭയാനകമാണ്. ആത്മാവ് തനിയെ ഈ ഭാരം വഹിക്കുന്നു. സാധ്യമെങ്കിൽ നല്ല അറിവുള്ള ഒരു കുമ്പസാരക്കാരനെ കണ്ടുപിടിക്കാൻ എല്ലാ ശ്രമങ്ങളും അത് ചെയ്യേണ്ടതാണ്. എന്തെന്നാൽ ഈ ഭാരത്താൽ ആത്മാവ് തളർന്നു വീഴാനും തകർച്ചയുടെ വക്കുവരെ എത്താനും ഇടയാകും. ഈ പരീക്ഷണങ്ങളെല്ലാം ഭാരമേറിയതും പ്രയാസമുള്ളതുമാണ്. സ്വർഗീയാനന്ദം അനുഭവിക്കുകയും അവിടുന്നുമായി കൂടുതൽ ഗാഢബന്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന ആത്മാവിന് മാത്രമേ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുകയുള്ളൂ. കൂടാതെ ഇതിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ ഭാവിയിലെ പദ്ധതികൾക്കും വലിയ പ്രവൃത്തികൾക്കുമായി ഒരാത്മാവിനെ ഇപ്രകാരം മുൻകൂട്ടി ഒരുക്കുന്നു. ശുദ്ധമായ സ്വർണം ശോധന ചെയ്യുന്നത് പോലെ അതിനെ അവിടുന്ന് പരീക്ഷിക്കുന്നു. എന്നാൽ ഇത് പരീക്ഷണങ്ങളുടെ അന്തിമമല്ല. പരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങൾ ഇനിയുമുണ്ട്. ദൈവത്താൽ പൂർണ്ണമായും കൈവിടപ്പെട്ട ആത്മാവിൻ്റെ അവസ്ഥ. പരീക്ഷണങ്ങളുടെ പരീക്ഷണം, പൂർണ്ണമായ പരിത്യക്താവസ്ഥ, നിരാശ. മുമ്പ് പറഞ്ഞ പരീക്ഷണങ്ങളിൽ ആത്മാവ് വിജയിക്കുമ്പോൾ അവിടെയും ഇവിടെയും കാൽ തട്ടി വീണാലും എളിമയോടെ എന്നെ രക്ഷിക്കണമേ, ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് ധൈര്യപൂർവ്വം അത് പോരാടുന്നു. പൊരുതുവാനുള്ള കരുത്ത് അതിന് അപ്പോഴുമുണ്ട്. ആ സമയത്ത് ആത്മാവ് ഒരു ഭയാനകമായ ഇരുണ്ട രാവിൽ ആമഗ്നയാകുന്നു. അത് തന്നിൽ പാപം മാത്രം കാണുന്നു. അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ്. ദൈവം പൂർണ്ണമായി തന്നെ കൈവിട്ടതായി അനുഭവപ്പെടുന്നു. അവിടുത്തെ ക്രോധത്തിൻ്റെ പാത്രമായി മാറിയതായി തോന്നുന്നു. അത് നിരാശയിൽ നിന്ന് ഒരു പടി അകലെയാണ്. തൻ്റെ കഴിവിനനുസരിച്ച് അത് പോരാടുന്നു. തൻ്റെ ആത്മവിശ്വാസത്തെ ഉണർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രാർത്ഥന ഒരു ഭയങ്കര സഹനമായി മാറുന്നു. ഈ പ്രാർത്ഥന ദൈവത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായി അതിന് അനുഭവപ്പെടുന്നു. ഉത്തുംഗമായ മലയുടെ മുനമ്പിൽ കിഴക്കാംതൂക്കായ ഭാഗത്തെ വക്കത്ത് ആത്മാവ് നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ആത്മാവിനെ ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു, എന്നാൽ പിന്തള്ളപ്പെടുന്നതായി അതിന് തോന്നുന്നു. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ ലോകത്തിലെ മറ്റെല്ലാ സഹനങ്ങളും പീഡനങ്ങളും ഒന്നുമല്ല. ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. അത് പൂർണ്ണമായ ഏകാന്തത അനുഭവിക്കുന്നു. അതിനെ സംരക്ഷിക്കുവാൻ ആരുമില്ല. ആത്മാവ് സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എന്നാൽ അത് തനിക്കുള്ളതല്ല എന്ന് ബോധ്യപ്പെടുന്നു. അതിനെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അത് താഴ്ത്തപ്പെടുന്നു. താൻ ഹൃദയപൂർവ്വം സ്നേഹിച്ചിരുന്ന ദൈവത്തെ നിത്യമായി നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്നു. ഈ ചിന്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനമാണ്. എന്നാൽ ആത്മാവ് ഈ ചിന്തയ്ക്ക് കീഴ്പ്പെടുന്നില്ല. അത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ശ്രമിക്കുന്നു, എന്നാൽ എല്ലാം നിഷ്ഫലമാകുന്നു. ഇത് തൻ്റെ വേദനയുടെ തീവ്രത കൂട്ടുന്നു. ദൈവം ഒരാത്മാവിനെ ഇപ്രകാരമുള്ള അന്ധകാരത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്കും അതിന് പ്രകാശമേകാൻ സാധിക്കുകയില്ല. അത് സുവ്യക്തവും ഭീതിജനകവുമായ തരത്തിൽ ദൈവത്തിൻ്റെ തിരസ്കരണം അനുഭവിക്കുന്നു. വേദനാജനകമായ രോദനങ്ങൾ അതിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്നു. ഒരു വൈദികനും ഈ വേദനയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അപ്രകാരമുള്ള പരീക്ഷണങ്ങളിൽ കൂടി കടന്നു വന്ന വ്യക്തിയായിരിക്കണം. ഈ സന്ദർഭങ്ങളിലെല്ലാം ദുരാത്മാക്കൾ ഈ ആത്മാവിൻ്റെ സഹനങ്ങളുടെ തീവ്രത കൂട്ടുന്നു.
അവ ഇപ്രകാരം പരിഹസിക്കുന്നു: കണ്ടോ, തുടർന്നും വിശ്വസ്തയായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിനക്ക് നിന്റെ പ്രതിഫലം ലഭിച്ചു. നീ ഞങ്ങളുടെ അധീനതയിലാണ്. എന്നാൽ ദൈവം അനുവദിക്കുന്ന അളവിൽ മാത്രമേ സാത്താന് ഒരാത്മാവിൻ്റെ മേൽ സ്വാധീനമുള്ളൂ. നമുക്ക് എത്രമാത്രം സഹിക്കാൻ സാധിക്കുമെന്നത് ദൈവത്തിനറിയാം. സാത്താൻ പറയുന്നു: നിന്റെ പരിത്യാഗം വഴിയും നിയമത്തോടുള്ള നിന്റെ വിശ്വസ്തത മൂലവും നിനക്കെന്ത് ലഭിച്ചു? ഈ പരിശ്രമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ദൈവത്താൽ നീ ഉപേക്ഷിക്കപ്പെട്ടു. ഉപേക്ഷിക്കപ്പെട്ടു എന്ന വാക്ക് എല്ലാ ചേതനയിലേക്കും അസ്ഥിയുടെ മജ്ജയിലേക്കും അഗ്നി പോലെ തുളച്ചു കയറുന്നു. ആത്മാവിൻ്റെ മുഴുവൻ അസ്തിത്വത്തെയും അത് മുറിപ്പെടുത്തുന്നു. ഈ അഗ്നി പരീക്ഷണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നു. ആത്മാവ് ഒരു സ്ഥലത്തു നിന്നും ഇനി സഹായം പ്രതീക്ഷിക്കുന്നില്ല. തന്നിലേക്ക് തന്നെ അത് ഉൾവലിയുന്നു, എല്ലാത്തിൽ നിന്നും പിൻവലിയുന്നു. ഇപ്രകാരം തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ പീഡ സഹിക്കാൻ തയ്യാറാകുന്നു. ഈ അവസ്ഥ വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഇത് ആത്മാവിൻ്റെ തീവ്ര വേദനയാണ്. ആദ്യമായി ഇപ്രകാരമുള്ള സമയം അടുത്തു വന്നപ്പോൾ വിശുദ്ധ അനുസരണം എന്ന പുണ്യം വഴി ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നോവീസ് ഡയറക്ടേഴ്സ് എൻ്റെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട് എന്നെ കുമ്പസാരത്തിനയച്ചു. എന്നാൽ ആ കുമ്പസാരക്കാരൻ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എനിക്ക് ഒരാശ്വാസവും ലഭിച്ചില്ല. ഓ ഈശോയെ, ഞങ്ങൾക്ക് അനുഭവജ്ഞാനമുള്ള കുമ്പസാരക്കാരനെ തരണമേ. ഈ വൈദികനോട് നാരകീയ പീഡനങ്ങൾ സഹിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിനെപ്പറ്റി അദ്ദേഹത്തിന് തെല്ലും ആകുലതയില്ലെന്നും വലിയ ദൈവകൃപ അതിൽ ഞാൻ കാണുന്നുണ്ടെന്നും മറുപടി പറഞ്ഞു. എന്നാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു മങ്ങിയ പ്രകാശത്തിൻ്റെ ഒളി പോലും എൻ്റെ ആത്മാവിലേക്ക് കടന്നു വന്നില്ല. എൻ്റെ ശാരീരിക ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നുവെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എൻ്റെ കടമകൾ പൂർത്തീകരിക്കുവാൻ പ്രയാസമായി തുടങ്ങി. എൻ്റെ സഹനങ്ങളും മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇവയെപ്പറ്റി ഒരക്ഷരവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ വേദനയുടെ മുഖഭാവം എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി. മറ്റ് സഹോദരികൾ ചാപ്പലിൽ വച്ച് എൻ്റെ ദയനീയാവസ്ഥ കണ്ട് അലിവ് തോന്നി സുപ്പീരിയറിനോട് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം അവർ എന്നോട് പറഞ്ഞു. എന്നാൽ എത്ര പരിശ്രമിച്ചിട്ടും ആത്മാവിന് ഈ സഹനങ്ങൾ ഒളിക്കാൻ സാധിച്ചിരുന്നില്ല. ഈശോയെ, അന്ധകാരത്തിൽ മുഴുകിയ ആത്മാവ് ഈ പീഡകളുടെ മധ്യത്തിൽ എങ്ങനെയാണ് വിലപിക്കുന്നതെന്നും ഉണങ്ങി വരണ്ട ചുണ്ടുകൾ വെള്ളത്തിനായി കേഴുന്നത് പോലെ ദൈവത്തിനായി എത്രമാത്രം ദാഹിക്കുന്നുവെന്നും അങ്ങ് മാത്രം അറിയുന്നു. അത് മരിക്കുന്നു, നശിക്കുന്നു, മരിക്കാതെ മരിക്കുന്നു. അതായത് അതിന് മരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഇല്ലായ്മയിൽ അവസാനിക്കുന്നു. അത് ശക്തമായ ഒരു കരത്തിൻ കീഴിലാണ്. ഇപ്പോൾ ആത്മാവ് നീതിമാനായവൻ്റെ ആധിപത്യത്തിൻ കീഴിലാകുന്നു. എല്ലാ ബാഹ്യമായ പരീക്ഷണങ്ങളും അവസാനിക്കുന്നു. മരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം അറ്റുപോകുന്നത് പോലെ അതിന് വലയം ചെയ്യുന്നതെല്ലാം നിശബ്ദമാകുന്നു. നിത്യമായി പരിത്യജിക്കപ്പെട്ട് ആ വ്യക്തിയുടെ ആത്മാവ് പൂർണ്ണമായും നീതിമാനായ ത്രൈശുദ്ധ ദൈവത്തിൻ്റെ കരങ്ങളിൽ അമരുന്നു. മൂർധന്യത്തിലെത്തിയ നിമിഷമാണിത്. ദൈവത്തിന് മാത്രമേ ഒരാത്മാവിനെ ഇപ്രകാരം പരീക്ഷിക്കാൻ പറ്റൂ. എന്തെന്നാൽ അവിടത്തേക്ക് മാത്രമേ ഒരാത്മാവിൻ്റെ സഹനശക്തിയെക്കുറിച്ചുള്ള അറിവുള്ളൂ. ഒരു നാരകീയ അഗ്നിയാൽ ആത്മാവ് പടിപടിയായി പൂരിതമാകുമ്പോൾ അത് വലിയ നിരാശയിലേക്ക് പെട്ടെന്ന് പൂർണ്ണമായി ആഴ്ത്തപ്പെടുന്നു. ഞാൻ എൻ്റെ മുറിയിൽ തനിയെ ആയിരുന്നപ്പോഴാണ് എൻ്റെ ആത്മാവിന് ഈ അനുഭവമുണ്ടായത്. എൻ്റെ ആത്മാവ് ഈ നിരാശയിലേക്ക് ആഴ്ത്തപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അവസാനം അടുത്തുവെന്ന് ഞാൻ കരുതി. എന്നാൽ എൻ്റെ ചെറിയ ക്രൂശിത രൂപം കയ്യിലെടുത്ത് ഞാൻ അതിൽ മുറുകെ പിടിച്ചു. അപ്പോൾ എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായി തോന്നി. അധികാരികളെ സമീപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള ശാരീരിക ശക്തി എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവസാനത്തെ വാക്കുകൾ ഉച്ചരിച്ചു: അങ്ങയുടെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇത് ദൈവത്തെ കൂടുതൽ ശോഭിപ്പിച്ചുവെന്ന് എനിക്ക് തോന്നി. ഞാൻ നിരാശയിൽ മുങ്ങിത്താന്നു. എൻ്റെ ആത്മാവിൽ നിന്ന് ഇടയ്ക്കിടെ ഉയർന്ന ദയനീയമായ ഒരു കരച്ചിൽ മാത്രം എന്നിൽ അവശേഷിച്ചു. ആത്മാവ് തീവ്ര വേദനയിലായിരുന്നു. എൻ്റെ തന്നെ ശക്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാതിരുന്നതിനാൽ
ഞാൻ ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ സ്മരണകളും സഹനത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഗരം തന്നെയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന് ആത്മാവിൽ കുടികൊണ്ടിരുന്നു. അതിനുവേണ്ടി കൂടുതൽ സഹിക്കണമെന്ന ആഗ്രഹവും ആത്മാവിലുണ്ടായി. മുൻപ് ആത്മാവിനെ വലയം ചെയ്തിരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ തന്നെ മറ്റൊരു വിധത്തിലുള്ള സഹനമായിരുന്നു. അവിടുത്തെ നോട്ടം ആത്മാവിൽ തുളച്ചു കയറുകയും ആത്മാവിലുള്ള എല്ലാ വികാരങ്ങളെയും ജ്വലിപ്പിക്കുകയും ചെയ്തു.